നമസ്കാരം. ആരാണ് കേക്കച്ചൻ പരമ്പരയുടെ 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് മിഷൻ 60യുടെ 47ാം ദിനം. വി ഡി സതീശനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്രകാരം ഒരു പരമ്പര ഞങ്ങൾ ആരംഭിച്ചത്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തു. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന, കഴിഞ്ഞ 45 വർഷത്തിലധികമായി അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന, അടുത്തറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ പറവൂർ മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന PS രാജേന്ദ്രപ്രസാദാണ് കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി തനിക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇതിൽ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യം, വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ സ്ത്രീ ഉന്നയിച്ചത്. കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു സ്ത്രീയും ഇത്രയും മോശം ഭാഷയിൽ, ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ, ഇത്രയും മ്ലേച്ഛതകൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. i2 ന്യൂസ് അടക്കം എടുത്തത് നൽകിയിരുന്നു. നമ്മുടെ MLA വി ഡി സതീശനില്ലേ, പരമനാരി, അവനിപ്പോഴല്ലേ MLA ഇത് മാറി. അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്താ അധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ? ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർയോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാരി ചേറ്റ. അവനും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്തിട്ട് പുണ്ണകട്. അവനിപ്പോ വലിയ ആളാ വീണ, വലിയ പറവൂര് കുറെ ഊളാച്ചി കാര്യത്തികളുണ്ട്, നായരിച്ചികൾ. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. എടാ നിനക്കൊക്കെ നാണൂലേടാ, നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി, നാറികളെ. ഇപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തോണ്ട് MLA ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ. അപ്രകാരം ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം അതിൽ കൃത്യമായി ആ ആരോപണങ്ങൾ നടത്തുന്ന വ്യക്തി കൃത്യമായിട്ട് ആരാണെന്നറിയാം. പറവൂർ മണ്ഡലത്തിലുള്ള ഒരു സ്ത്രീയാണെന്നറിയാം. താരകപ്പെണ്ണാള്, താരകേശ്വരൻ്റെ ഭാര്യ എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളും ഇത്രയും വിവരങ്ങൾ വരെ അതിനകത്ത് സാധാരണ ജനങ്ങൾക്കറിയാം. എന്നാൽ ഇവർ ആരാണ്, ഇവർ എവിടം സ്വദേശിയാണ്, ഇവർ ആരായിരുന്നു, അവർ പറയുന്നതിലെ വസ്തുത എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയുവാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്രകാരം ഒരു വളരെ കടുത്ത വൃത്തികെട്ട ഭാഷയിലുള്ള ഒരു ആരോപണങ്ങൾ വന്നിട്ട് പോലും വി ഡി സതീശൻ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല, ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഇത്രയും ഇമേജ് കോൺഷ്യസ് ആയ, തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുവാൻ കോടികൾ PR എക്സസൈസിന് വേണ്ടി ചെലവഴിക്കുന്ന, അവർ വീർപ്പിച്ചു കൊണ്ടുവരുന്ന ആ ഇമേജ് ഈ താരകപ്പെണ്ണ ഒരു ചെറിയ മുട്ടുസൂചി കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്രകാരം ഗുരുതരമായ ഒരു ആരോപണം നടത്തിയ ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്തവർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. അന്നേരം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഒരു പറവൂർ സ്വദേശിയും കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഇദ്ദേഹത്തെ അടുത്തറിയാവുന്ന, പ്രത്യേകിച്ച് ആ വീഡിയോയിൽ കാണുന്ന സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും എല്ലാം വർഷങ്ങളോളം അടുത്തറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയാൽ അത് പ്രേക്ഷകർക്ക് കൂടുതൽ ഒരു ഇൻസൈറ്റ് നൽകും എന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്ന് പറയാമോ? ഈ താരകപ്പെണ്ണാൾ എന്ന് വിളിക്കുന്നത് താരകന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. അവരുടെ പേര് രാജി എന്നാണ്. ഏത് ആ വീഡിയോ ഇറക്കിയ സ്ത്രീയുടെ പേര് രാജി എന്നാണ്. ഈ താരകൻ ആരാണ്? താരകൻ എന്ന് പറയുന്നത് MS താരകേശ്വരൻ എന്നാണ് ഈ ആളുടെ പേര്. ഈ ആള് 21 വർഷമായിട്ട് 2001 വി ഡി സതീശൻ MLA അന്ന് മുതൽ 21 വരെ വി ഡി സതീശന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അതുകൂടാതെ പറവൂര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇയാളെ ഇടക്കാലത്ത് മദ്യപാനിയാക്കി മാറ്റി. താരകേശ്വരന് അവിടെയുള്ള ജീവനക്കാരൻ തന്നെയാണ്.
അവരുടെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും പറവൂര് VD സതീശൻ്റെ ഓഫീസിലെ സ്റ്റാഫ് മുഴുവനും ഈ താരകേശരൻ കൊടുത്ത ആളുകൾ മാത്രമാണ്. അങ്ങനെ കൊടുത്ത ഒരാൾ VD സതീശൻ്റെ വലങ്കൈയായി മാറി, ബിനാമിയായി മാറി. അയാളാണ് ശരിക്കും ഈ താരകേശരനെ നശിപ്പിക്കണത്. മദ്യം ഈ അതാരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ? അയാളുടെ ഒരു അത് അയാളെ വിളിക്കുന്ന ഇരട്ടപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കുറിപ്പ് എന്നാണ്. ഈ അഴിമതിക്കുറിപ്പ് ഈ മദ്യം അടിച്ച് നശിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരക പെണ്ണാളിന് വേണ്ടിയാണ്. കാരണം ഈ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഴിമതിക്കുറിപ്പ് ഈ താരകേശ്വരനെ കൊണ്ടുപോയി മദ്യം മേടിച്ചു കൊടുത്ത് അബോധാവസ്ഥയിലാക്കും. അബോധാവസ്ഥയിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി അതേ കാറിൽ രാത്രി 8 മണി 9 മണി ആകുമ്പോൾ അതേ കാറിൽ ഈ രാജി എന്നാണ് അവരുടെ പേര്, ആ രാജി എന്ന താരക പെണ്ണാണുള്ള MLA ഓഫീസിൽ രാത്രി കൊണ്ടുവരും, വ്യഭിചരിക്കും. ആരൊക്കെ വ്യഭിചരിക്കണമെന്ന് എനിക്കറിയില്ല, എന്തായാലും MLA ഓഫീസിൽ വ്യഭിചരിക്കും. അത് കഴിഞ്ഞ് രാത്രി തിരിച്ച് അതേ കാറിൽ ഈ അഴിമതിക്കുറിപ്പ് കൊണ്ടുവന്ന് വീട്ടിലാക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് മദ്യപാനി എന്നുള്ള രീതിയിൽ MLA ഓഫീസിൽ നിന്ന് ഇവരെ പറഞ്ഞു വിടുന്നത് സതീശൻ. അങ്ങനെ പറഞ്ഞു വിട്ട് താരകേശ്വരനെ പറഞ്ഞു വിട്ട് സാമ്പത്തികമായ വരവുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ MLA കലിയായി. കാരണം കലിയാവാൻ കാരണമുണ്ട്. പറവൂര് 1991 സതീശൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് മണി ചെയിൻ തട്ടിപ്പായിട്ട് വരുന്നത്. അന്ന് സതീശന് കയറിയിരിക്കാനായിട്ട് ഒരിടം ഞാൻ ഉണ്ടാക്കി കൊടുത്തത് താരകേശ്വരൻ്റെ ടെലിഫോൺ ബൂത്തായിരുന്നു. അന്ന് അയാൾ ടെലിഫോൺ ബൂത്ത് നടത്തിയിരുന്നു പറവൂര്. ആ ടെലിഫോൺ ബൂത്തിലാണ് കയറിയിരിക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തത്. അങ്ങനെ അവിടെ മറ്റേ മണി ചെയിൻ്റെ ഇതെല്ലാം നടത്തി തിരിച്ചു പോയി, തട്ടിപ്പൊക്കെ നടത്തി തിരിച്ചു പോയി. പിന്നെ 96 അവിടെ മത്സരിക്കാൻ വരുമ്പോൾ കയറിയിരിക്കാനായിട്ടുള്ള ഒരിടം അത് ഈ താരകേശ്വരൻ്റെ മറ്റേ ടെലിഫോൺ ബൂത്തായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം അതിലൂടെ വളർന്ന് ആ സതീശൻ എന്താണ് എന്ന് പറവൂര് വന്നപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം താരകേശ്വരൻ ഭാര്യയായ രാജിയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന കട്ടൻ ചായ മേടിച്ചു കൊടുക്കണതും പരിപ്പട മേടിച്ചു കൊടുക്കണതും ഈ ടെലിഫോൺ ബൂത്തിൽ സതീശൻ അന്ന് അവിടെ പറവൂര് വന്നു കഴിഞ്ഞാൽ 10 പൈസ ഇല്ലാതെയാണ് വന്ന. എങ്ങനെയെങ്കിലും ആരെങ്കിലും കാല് പിടിച്ച് ലാംബി സ്കൂട്ടർ വാങ്ങി ആരെങ്കിലും കാല് പിടിച്ച് പെട്രോൾ ഒഴിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ ഉള്ള ഒരു പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ കാശ് കൊടുക്കണം. നിരവധി ആളുകളുടെ നിന്ന് അയാൾ കാശ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ പറവൂര് വന്നു കൂടിയ ഈ സതീശൻ എല്ലാ സൗകര്യങ്ങളും അന്ന് സാമ്പത്തിക ചുറ്റുപാടുള്ള ഈ താരകേശ്വരനാണ് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പം അന്ന് ഇപ്പം രാജി പറയണത് അന്ന് പല പെണ്ണുങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല, കാരണം അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയൊക്കെയാണ്. നമുക്കൊന്നും അത്തരം വഴിവിട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാനോ പോകാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല. പക്ഷെ രാജി പറയുന്നത് അന്നേ മുതൽ ഇവന് പെൺവിഷയക്കാരനാണെന്നും പറവൂര് നിരവധി സ്ഥലങ്ങളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നതാണ് രാജി പറയുന്നത്. അത് തന്നെ ഇവർ തമ്മിൽ ഈ താരകേശ്വരനെ അവിടെ നിന്ന് പിരിച്ചു വിട്ടപ്പോഴും ഈ വീഡിയോ ഇറക്കണത് ആ ഒരു ദേഷ്യത്തിലാണ്. കാരണം സതീശന് പറവൂര് ഒരു എൻട്രി കൊടുത്തത്, ഇരിക്കാനിട കൊടുത്തത്, ചായ കുടിക്കാനിട കൊടുത്തത്, അങ്ങനെ എല്ലാ ദാരിദ്ര്യകാലത്ത് ചെയ്തു കൊടുത്ത താരകേശ്വരനെ ഒരു മദ്യപാനി എന്ന് പറഞ്ഞുകൊണ്ട് ആ MLA ഓഫീസിൽ നിന്ന് നീക്കം ചെയ്തതാണ് ഈ വൈരാഗ്യത്തിനൊരു കാരണം. അങ്ങനെയാണ് ഈ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നത്. MLA ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം താരകേശ്വരൻ MLA ഓഫീസ് സെക്രട്ടറി ഭാര്യയ്ക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. ഇവൻ പറയാതിരിക്കില്ല താരകേശ്വരൻ. അങ്ങനെയാണ് അവിടെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്നു എന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞത്. എന്നാൽ സത്യമല്ലെങ്കിൽ എന്ത് വേണം? സതീശൻ അവൾക്കെതിരെ ഒരു പരാതി കൊടുക്കണം രാജിക്കെതിരെ. 2021 നവംബറിലാണ് ഇത് ഇറങ്ങിയത്. ഇന്നിപ്പോൾ 2025 ഒക്ടോബറായി. ഈ നിമിഷം വരെ പരാതി കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ എന്തനുമാനിക്കണം? ഇവള് പറഞ്ഞാൽ മുഴുവൻ സത്യമാണ്. സത്യമല്ലെങ്കിൽ പരാതി കൊടുക്കൂല അവൾക്കെതിരെ. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഒരു മുതിർന്ന നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാൻ ഈ പ്രസ്ഥാനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു വികാരവും സടകുടഞ്ഞ് എഴുന്നേറ്റില്ല. എന്നാൽ രാഹുലിൻ്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൃത്യമായൊരു തെളിവുണ്ട്, ഒരു വീഡിയോ തന്നെയുണ്ട്. ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നു ഇപ്രകാരമൊക്കെ ചെയ്ത
ഒരു കീറിയ നിക്കറുമായി വന്ന ഇവൻ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർ പച്ചയ്ക്ക് പറയുകയാണ്. അന്നേരം അത്തരവും കടുത്ത ഗുരുതരമായ ഇത്തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഇവൻ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് രാഹുലിനെതിരെ ഈ നടപടി വേണം, ഒരു പരാതിക്കാരില്ല, തെളിവില്ല, കേസില്ലാതിരിക്കെ ഇപ്രകാരം ഇന്ന് ഇവിടുത്തെ സംസ്ഥാനത്തെ സ്ത്രീകളുടെയും അമ്മമ്മമാരുടെയും നന്മയെ കരുതി ചെയ്ത ഇവനെക്കുറിച്ചുള്ള ഇത്രയും നാണംകെട്ട ആരോപണം വന്നത്. അതിനെതിരെ ഒരു അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല, അയാൾക്കും ആവശ്യമില്ല, പാർട്ടി പ്രവർത്തകർക്കുമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഇവനെക്കുറിച്ച്, അതായത് രാഹുലിനെതിരെ ഇപ്രകാരം നിലപാടിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഒരു നടപടിയെടുത്ത ഈ വൃത്തികെട്ടവൻ്റെ ഒരു പിന്നാമ്പുറം, ഇയാൾക്ക് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കുക എന്നത് നമ്മുടെയും കൂടെ ഒരു ബാധ്യതയാണ്. കാരണം ജനങ്ങൾ അറിയണം, സത്യം അറിയണം. അന്നേരം അതുകൊണ്ട് ഈ പ്രചരിച്ചത് ഇപ്പോൾ ഇവരുടെ സൈബർ ഹാൻഡിലിങ്ങുകളെല്ലാം വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് ഇത് ശത്രുക്കൾ ചുമ്മാ വ്യാജ പ്രചരണം ഇറക്കിയേക്കുന്നതാണ്, ഇതിനകത്തൊന്നും കഴമ്പില്ല, ഇതേതോ അഭിനേത്രിയാണ്, ഇതേതോ മോശമായിട്ട് നടക്കുന്ന സ്ത്രീയാണ്, അതുകൊണ്ട് ഇത് വെറും ആരോപണമാണ് എന്ന് ഇവർ എഴുതി തള്ളാൻ ശ്രമിക്കുമ്പോഴും പ്രേക്ഷകരെ നിങ്ങൾ അറിയുക, ഇവർ ആരായിരുന്നു? എറണാകുളത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ 10-21 വർഷങ്ങളോളം ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശ്വരൻ്റെ ഭാര്യയായ രാജി എന്ന വ്യക്തിയാണ് ഈ ഒരു വീഡിയോ ഇറക്കിയത്. അത് വ്യാജമല്ല, സത്യമാണ്. ആ വീഡിയോ പുറത്തു വന്നിട്ടും ഇത്രയും 4 വർഷങ്ങൾ പിന്നിട്ടിട്ടും വി.ഡി. സതീശൻ അവർക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടില്ല, അതിനൊരു ന്യായീകരണം, അതിനൊരു വിശദീകരണം നൽകുവാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഇയാൾ ഇത്രയും മ്ലേച്ഛനാണോ, വൃത്തികെട്ടവനാണോ? ഇതിൻ്റെ ആ സ്ത്രീ പറഞ്ഞ ആരോപണത്തിൻ്റെ ബേസിൽ ഇത് പോലീസ് സ്വമേധയായി ഇത് കേസെടുക്കുകയും, കാരണം ഇങ്ങനെയുള്ള ഒരു ഭരണഘടനാ പദവി, ഇത്രയും ഒരു സുപ്രധാന പദവി വഹിക്കുന്ന ഈ വ്യക്തി ഇത്രത്തോളം ഒരു മ്ലേച്ഛനും അവരാരോപിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളാണെങ്കിൽ സ്വമേധയാ പോലീസിന് കേസെടുക്കുവാനുള്ള മറ്റൊരു നിയമോപദേശത്തിൻ്റെയും ആവശ്യമില്ല. അവർ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ സ്വമേധയാ കേസെടുക്കണം, അല്ലെങ്കിൽ ആ സ്ത്രീക്കെതിരെ ഇയാൾ പരാതി കൊടുക്കണം. അല്ല, അവര് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അവരെ മാത്രമല്ല, അവിടെ നായിരിച്ചകളെ അരയത്തിമാരെയും കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്ന സ്ഥലമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെ, പറവൂരുള്ള ഒരു സമുദായത്തിന്റെ പേരാണ് അവർ പറയുന്നത്. നായിരിച്ചകളെയും അരയത്തിമാരെയും കൊണ്ടൊന്ന് വിഭജിക്കുന്ന സ്ഥലമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് MLA ഓഫീസ്. എന്നിട്ട് അത്രയും ഗുരുതരമായ ആരോപണമാണ് ഓഫീസ് സെക്രട്ടറി, 21 വർഷം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യ പറയുന്നത്. എന്നിട്ട് അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാന്ന് പറഞ്ഞാൽ സതീശന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകളുണ്ട്. അന്നേരം ഒന്നെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്ത സതീശനെതിരെ നടപടിയെടുക്കണം, അതല്ലെങ്കിൽ ഈ കേക്കച്ചൻ കൃത്യമായിട്ടും ഇവർക്കെതിരെ പരാതി കൊടുക്കണം. ഇത് കള്ളമാണ്, അല്ലെ എന്നെ വ്യക്തിഹത്യ നടത്തുവാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അവർക്കെതിരെയെങ്കിലും പരാതി കൊടുക്കണം. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം. പക്ഷേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹവുമായി ഇത്രയും അടുപ്പവും ബന്ധവും ഒക്കെയുള്ള ആളുടെ ഭാര്യയാണ്. അത് സത്യമാണ്. അത് സത്യമായതുകൊണ്ടാണ് കേക്കച്ചൻ ഇന്നും മിണ്ടാതിരിക്കുന്നത്, പേടിച്ച് മിണ്ടാതിരിക്കുന്നത്. കാരണം എന്തെങ്കിലും നടപടികൾക്ക് പോയാൽ ഈ സ്ത്രീയുടെ വായിൽ നിന്നും അതല്ലെങ്കിൽ മറ്റു പല ഇതിലും വലിയ കാര്യങ്ങൾ വരും എന്ന് ഭയക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയുക. ഈ മ്ലേച്ഛനാണ്, ഈ ആഭാസനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 കാലിലും വലിയ മന്തുമായി നടക്കുന്ന ഇയാളാണ് രാഹുലിനെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടിയെടുത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി വച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഈ മ്ലേച്ഛനെ, ഈ വൃത്തികെട്ടവനെതിരെ എന്ത് നടപടിയാണ് ഈ പാർട്ടി സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് ഒരു സൈഡിൽ PR ഏജൻസികളെ വെച്ച് PR നടത്തി അവാർഡുകൾ വാരിക്കൂട്ടി മാധ്യമങ്ങളെ വിലക്കെടുത്ത് PR പരിപാടികൾ നടത്തുന്നു. മറുസൈഡിൽ യാഥാർത്ഥ്യം, ഇതുപോലെ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന അനുഭവസ്ഥർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, കേക്കച്ച നിൻ്റെ PR പരിപാടി പൊട്ടിപ്പോയി, ഇൻഫ്ലേറ്റ് ചെയ്ത ആ ബലൂൺ ഇതാ സത്യങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങൾ അത് പൊട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഈ PR പരിപാടികളും പെയ്ഡ് ഡ്രാമകളും ഈ അവാർഡ് മാമാങ്കങ്ങളും ഒക്കെ നിർത്തിവെച്ച് എത്രയും വേഗം നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെയുള്ള ആ രാഷ്ട്രീയ വനവാസത്തിന് വേണ്ടി ഇത് മുടിഞ്ഞിട്ട് പോകാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കത്തിച്ച് ചാമ്പലാക്കിയ ശേഷം ആ ചാരവും വാരിക്കൊണ്ട് പോകാമെന്ന് നിങ്ങൾ കരുതാൻ നിൽക്കേണ്ട, അതിന് മെനക്കെടേണ്ട. ഈ ജനങ്ങളെ ഓർത്ത്, ഈ പ്രസ്ഥാനങ്ങളെ ഓർത്ത് എത്രയോ പേർ ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഈ 3.5 കോടി ജനങ്ങളുടെ ഭാവിയെ കരുതി നാണം കെട്ട കേക്കച്ച, നീ ദയവായി എത്രയും പെട്ടെന്ന് ഒരു ദിവസം മുമ്പേ രാഷ്ട്രീയ വനവാസത്തിന് പോവുക, ഈ രാജ്യം തന്നെ വിട്ടുപോവുക. അതാണ്
ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും ഈ സംസ്ഥാനത്തോടും തനിക്ക് ചെയ്യുവാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു മാതൃകാപരമായ പ്രവൃത്തി എന്ന് പറയുന്നത് അറ്റ് ദ ഏർലിയസ്റ്റ്, ഈഫ് പോസിബിൾ ടുഡേ ഇറ്റ് സെൽഫ്, നിങ്ങൾ രാജിവെക്കുക, പുറത്തു പോവുക, ഈ രാജ്യം വിട്ടു പോവുക. അപ്രകാരം ചെയ്താൽ നല്ല മിടുക്കരായ നേതാക്കന്മാർ കയറി വരും, കഴിവുള്ള യുവ നേതാക്കന്മാർ ഇവിടെ പുഷ്ടി പ്രാപിക്കും. ഈ പെടുവൃക്ഷത്തിൻ്റെ അടിയിൽ കൊള്ളാവുന്ന ഒരു വൃക്ഷങ്ങളും കിളുത്തു വരില്ല എന്ന് പറഞ്ഞതുപോലെ സകലതിനെയും നശിപ്പിക്കുന്ന ഈ കുടിലബുദ്ധിക്കാരനായ, ഈ സ്വാർത്ഥമതിയായ ഈ നേതാവിനെ ജനങ്ങളുടെ മുന്നിൽ പിനലൈസ് ചെയ്യുക, തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി ITV ന്യൂസ് കേക്കച്ചനെ അടുത്തറിയാം എന്ന പരമ്പര ഞങ്ങൾ നടത്തിയത്. ഇത് തുടരും, കാത്തിരിക്കുക. ഇതിലും വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.